ചോദ്യപേപ്പർ ചോർച്ച തടയാൻ മാർഗരേഖയുമായി വിദ്യാഭ്യാസ വകുപ്പ് ചോദ്യക്കടലാസ് കൈകാര്യം ചെയ്യാൻ ജില്ലാതലത്തിൽ 3-അംഗ പരീക്ഷാ സെൽ രൂപീകരിച്ചു. പരീക്ഷയ്ക്ക് അരമണിക്കൂർ മുൻപ് മാത്രമേ ചോദ്യക്കടലാസ് പാക്കറ്റുകൾ പൊട്ടിക്കാവൂ എന്നാണ് നിർദ്ദേശം. കഴിഞ്ഞ അധ്യയന വർഷം പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രതിസന്ധിയിലായത് ചോദ്യപേപ്പർ ചോർച്ചയിലായിരുന്നു. പരീക്ഷ നടത്തിപ്പിൽ അന്ന് ആരോപിച്ച വീഴ്ച ഇനി ഉണ്ടാകരുതെന്ന കണക്കുകൂട്ടലിലാണ് പുതിയ നിർദ്ദേശം. ഓണപരീക്ഷ നടത്തിപ്പിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിശദമായ മാർഗനിർദ്ദേശം പുറത്തിറക്കി. ചോദ്യക്കടലാസ് കൈകാര്യം ചെയ്യാൻ ജില്ലാതലത്തിൽ 3-അംഗ പരീക്ഷാ സെൽ ഉണ്ടായിരിക്കും. ചോദ്യപേപ്പർ രഹസ്യ സ്വഭാവത്തോടെ സൂക്ഷിക്കണമെന്നും നിർദ്ദേശമുണ്ട്. പരീക്ഷയ്ക്ക് അരമണിക്കൂർ മുൻപ് മാത്രമേ ചോദ്യക്കടലാസ് പാക്കറ്റുകൾ പൊട്ടിക്കാവൂ എന്നാണ് പ്രഥമാധ്യാപകർക്കുള്ള നിർദ്ദേശം. പരീക്ഷ തുടങ്ങും മുൻപ് ചോദ്യപേപ്പർ പാക്കറ്റിൽ പ്രഥമാധ്യാപകൻ, പരീക്ഷാ ചുമതലയുള്ള അധ്യാപകർ, 2 കുട്ടികൾ എന്നിവരുടെ പേരും ഒപ്പും കവർ പൊട്ടിച്ച തീയതിയും സമയവും രേഖപ്പെടുത്തണം. BRC-കളിൽ ചോദ്യക്കടലാസ് വിതരണത്തിന് ഇഷ്യൂ രജിസ്റ്റർ സൂക്ഷിക്കാനും നിർദ്ദേശമുണ്ട്. അതേസമയം മുഴുവൻ സ്കൂളും ഏറ്റുവാങ്ങുന്നതുവരെ ചോദ്യക്കടലാസ് സൂക്ഷിച്ച മുറിയും അലമാരയും മുദ്രവെച്ച് സൂക്ഷിക്കണമെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. വിതരണ മേൽനോട്ടവും BRC തല ഏകോപനവും നിരീക്ഷണവും ജില്ലാ ഓഫീസ് നിർവഹിക്കും. ചോദ്യക്കടലാസിൽ കുറവോ നാശനഷ്ടമോ ഉണ്ടെങ്കിൽ ഉടൻ അറിയിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. നിലവിലെ നിർദ്ദേശങ്ങൾ പാലിച്ചാൽ പരീക്ഷ സുതാര്യമായും കുറ്റമറ്റതായും നടത്താൻ കഴിയുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ കണക്കുകൂട്ടൽ. റിപ്പോർട്ടർ, തിരുവനന്തപുരം.